പുരാതന കാലം മുതൽ തന്നെ പുഷ്പലതാദികളും മനുഷ്യരും മൃഗങ്ങളും പരസ്പരം നല്ലൊരു കൂട്ടായ്മയിൽ ജീവിച്ചിരുന്നു. ഇപ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പോസിറ്റീവ് വൈബുകൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലമ്പുഴ സഫാരി പാർക്കിലെ പുഷ്പലതാദികളും അവിടെ സ്നേഹപൂർവ്വം വളർത്തുന്ന കുതിരയും. സഫാരി പാർക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് തൻ്റെ കുതിരയുമായി സല്ലപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കുതിരയുടെ ഭാഷ രാജേഷിനറിയാം, രാജേഷിൻ്റെ ഭാഷ കുതിരയ്ക്കറിയാം. അതുപോലെ തന്നെ ഓരോ പൂച്ചെടികളോടും സല്ലപിച്ചുകൊണ്ടാണ് രാജേഷ് അവിടെ കഴിഞ്ഞു പോവുക. വളരെ ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് സഫാരി പാർക്കിൽ പോയാൽ കാണാൻ കഴിയുക. ചെടികളെ സ്നേഹിക്കുകയും ചെടികളോട് സംസാരിക്കുകയും ചെയ്താൽ അവ നല്ല പൂക്കൾ തരുമെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ മരങ്ങളായാലും നല്ല കായ്ഫലങ്ങൾ തരും. അവരെ സ്നേഹിച്ച് അവരോട് സല്ലപിച്ച് അവരോട് കൂട്ടുകൂടണം എന്ന് മാത്രം. അതുപോലെ തന്നെ ഏറ്റവും സ്നേഹമുള്ള ഒരു ജീവിയാണ് മൃഗങ്ങൾ. ഈ മൃഗങ്ങളോടുള്ള സ്നേഹം നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. അത്രയും സ്നേഹമാണ് മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ ഉള്ളത്. പക്ഷേ മൃഗങ്ങളെ സ്നേഹിക്കാൻ അറിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അത്തരക്കാർക്ക് മാത്രമേ മൃഗങ്ങളെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല അത്തരക്കാരെ മാത്രമേ മൃഗങ്ങൾ സ്നേഹിക്കുള്ളൂ എന്നും പറയുന്നു. മലമ്പുഴ സഫാരി പാർക്കിലെ ഫ്ലവർ ഷോയ്ക്കൊപ്പം തന്നെ നല്ല ഇനം ചെടികളുടെ വിൽപ്പനയും ഇവിടെ തന്നെയുണ്ട്. വളരെ നല്ല തരം ചെടികളാണ് ഇവിടെ വിൽക്കുന്നത്. ഇലകൾ മാത്രം വിരിയുന്ന ചെടികളുണ്ട്, പൂക്കളുള്ള ചെടികളുണ്ട്. അതും പല കളറിലുള്ള പൂക്കൾ, പല വെറൈറ്റി ചെടികൾ ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ്. മാത്രമല്ല ചെടികൾ വാങ്ങുമ്പോൾ ഓരോ ചെടികളെയും എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതിനെപ്പറ്റി വിശദമായി തന്നെ ഒരു വിവരണം സഫാരി പാർക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. വീട്ടിലോ? വീട്ടിൽ ഇവിടെ പാലക്കാട് ഉള്ള അതിപ്പോൾ നിങ്ങളിപ്പോൾ ഹൗസിൻ്റെ കാര്യം കണ്ടല്ലോ. ഈ രണ്ട് കാര്യത്തിനോട് കമ്പയർ ചെയ്ത് പറയാം. നമ്മളിപ്പോൾ ഇതെല്ലാം ബ്രീഡുള്ള സാധനമാണ്. ബ്രീഡ് ഹൗസാണ് ഇത്. ബ്രീഡ് ആയിട്ടുള്ള നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഹോസൂറിൽ നിന്നും പൂനെയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള നല്ല ഇനം റോസാണ്. നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ട് വരും? ഇപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്യണം നമ്മളല്ലേ. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ചാണകപ്പൊടിയോ വളമോ ഇട്ട് വെള്ളമൊക്കെ ചുറ്റിയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുതിരയ്ക്കും അങ്ങനെ തന്നെയാണ്, ഭക്ഷണം കൊടുക്കും. ബട്ട് പ്രധാനമായിട്ടും നമ്മളെല്ലാവരും മനസ്സിലാക്കാത്തൊരു കാര്യം, ഒരു പക്ഷേ അതെല്ലാവരും അംഗീകരിക്കണമെന്നില്ല, ഇത് എല്ലാത്തിനും ജീവനുണ്ട് അല്ലേ. ഈ ജീവനുള്ളൊരു സാധനത്തിനെ നമ്മൾ എടുത്തു വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വളർന്നാൽ നല്ല രീതിയിലുള്ള വൈബ്രേറ്ററി എഫക്റ്റീവായിട്ട് അവർ എടുക്കുമ്പോൾ ഇപ്പോൾ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാകും. ഇതിന് ലാംഗ്വേജ് എന്ന് പറയാം, മലയാളം ഇംഗ്ലീഷ് ഭാഷയൊന്നും അറിയില്ലല്ലോ, അനിമലിനും അറിയില്ലല്ലോ. ഓൺലി നമ്മളെ ഇവരുടെ അടുത്ത് പോയി നമ്മൾ അതിനെ കെയർ ചെയ്യുമ്പോൾ അത്രയും സ്നേഹവാത്സല്യത്തോട് കൂടിയിട്ട് ഒരു ചെടിയെ വളർത്തി നോക്കും, അത് പൂക്കും കായ്ക്കും ചെറിയായിരിക്കും. ഇതാണ് ഏത് അനിമൽ ആയിക്കോട്ടെ ഈ പ്ലാന്റ്സ് ആയിക്കോട്ടെ, നമ്മൾ അതിന് എത്രത്തോളം കെയർ ചെയ്യും. ഫീഡ് മാത്രം കൊടുത്താൽ പോരാ, ഹ്യൂമൻ വൈബ്രേഷൻ, ആ വൈബ്രേഷൻ്റെ എഫക്റ്റ് ഇത് ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു കുഞ്ഞിനെ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ചെടി കട്ട് ചെയ്യും, ഇതിന് 5 ഇതിലിൻ്റെ മേലെ വെച്ച് നമ്മൾ കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്രത്തോളം അതിനെ പോയിട്ട് ഒറ്റ പറിക്കലല്ല, അതിനെ വേദനിക്കുക. നമ്മുടെ കുഞ്ഞിൻ്റെ നഖം എങ്ങനെ വെട്ടിക്കൊടുക്കും, അതിൻ്റെ തട്ടാത്തത്. അപ്പോൾ അതെടുത്ത് പതുക്കെ കത്തിരി കൊണ്ട്, പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ മരത്തിനോട് പെർമിഷൻ വെച്ച് മുറിക്കണ കഥ, അതുപോലെയുള്ളൊരു സാഹചര്യത്തിൽ അതിന് കെയർ ചെയ്ത് നോക്കും. 99% ചെടികളും നിങ്ങളെ നോക്കി തിരിച്ചു കൊണ്ടുപോകാം. മനസ്സിലായോ? റോസ്, ചെടികളൊക്കെ വാങ്ങിയിട്ട്
എസ്പെഷ്യലി നമ്മുടെ പാലക്കാട് ഇങ്ങനെ അത് നിങ്ങൾ അത് ചില സാധനങ്ങൾക്ക് അത് ചെടിക്ക് വെയിൽ വേണോ ചെറിയ തണൽ വേണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വെക്കണം ഒരു കാരണമാണ്. എന്നിരുന്നാൽ പോലും ഇതുപോലുള്ള സാധനത്തിനൊക്കെ നോക്കുകയാണെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കും, പൂത്തുകൊണ്ടിരിക്കും, അവിടെ പൂത്തുകൊണ്ടിരിക്കും 2 കൊല്ലമായിട്ട്. അപ്പോൾ ഒരു മരമാണെങ്കിൽ ഒരു ചെടിയാണെങ്കിൽ അതിന് നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആരും അറിയാത്ത കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത കാര്യം എല്ലാവർക്കും അറിയാം, പക്ഷേ വി വിൽ നോട്ട് മെയിൻറ്റെയിൻ ഇറ്റ്. നമ്മൾ അത് പോയിട്ട് അതിനെ കൃത്യമായിട്ട് നമ്മൾ അതിനെ കെയർ ചെയ്ത് നോക്കൂ. ഞാനത് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയും. അപ്പോൾ ആ ഒരു പച്ചക്കറിയാണെങ്കിൽ ആ പച്ചക്കറിയെ നിങ്ങൾ വെറും എന്താണ് വഴുതിനെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വഴുതിനെ ചെടി വെക്കുക അല്ലെങ്കിൽ ഈ തക്കാളി കിട്ടാൻ അതിനെ നിങ്ങൾ പരിപാലിക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ മാനസിക വൈബ്രേഷൻ ഡെഫിനറ്റ്ലി വില്ല കേട്ടോളൂ. അപ്പോൾ ഈ കുതിരയുടെ കേസിലും അത് തന്നെയാണ്. കുതിരയുടെ അടുത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഒപ്പം നമ്മൾ അതിനടുത്ത് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സ്നേഹം കാണിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും അതിൻ്റെ വൈബ്രേഷൻ വെറുതെ കാണിച്ചാൽ പോരാ, ശരിക്കും ഉള്ളെന്ന് വരണം. അതാണ് ഇതിൻ്റെ ബേസിക് കാര്യം. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട്. ഓക്കെ, വളം നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഫർട്ടിലൈസേഴ്സ് ഒരുപാട് സാധനമുണ്ട്, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതിനൊക്കെ ചാണകപ്പൊടി ഇട്ട് ചുറ്റും നമ്മൾ കുറച്ച് അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞ ചാണകപ്പൊടി ഇട്ട് അതിനെ കെയർ ചെയ്തോളത് പൊക്കും, വളരും. വെള്ളം അതൊക്കെ കെമിക്കൽ മിക്സഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത് പലരും ചെയ്യാം. പക്ഷെ ഒരു ചെടിക്ക് വളരാൻ ബേസിക്കായിട്ട് നല്ല മണ്ണും കുറച്ച് ചാണകപ്പൊടിയും മതി എന്നുള്ളതാണ് എൻ്റെ. പിന്നെ ഇലയിലൊക്കെ വരികയാണെങ്കിൽ വല്ല ചാരപ്പൊടിയോ ഉപ്പ് വെള്ളമൊക്കെ തെളിച്ചിട്ട് ഇലൊക്കെ ഇടുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഇതിൻ്റെ കെമിക്കൽ ആക്ഷൻസ് അല്ലേ. പക്ഷേ ഞാൻ അതിന് ഓതറൈസ്ഡ് ഇപ്പോൾ കെമിക്കൽ പറയാൻ ഞാൻ ഓതറൈസ്ഡ് അല്ല, ഇടാം. പക്ഷേ ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. നീം ഓയിൽ നാച്ചുറലാണ്, ഇടാം. അത് വാങ്ങിക്കുന്നത് നാച്ചുറൽ ആണോ എന്ന് തീരുമാനിക്കണം. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ശരി. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനത്തിനകത്തോട്ട് നിങ്ങളിപ്പോൾ അരി വാങ്ങിക്കുന്നത് പ്യുവർ അരിയാണോ പറയാൻ പറ്റില്ല. അപ്പോൾ അരി വാങ്ങിക്കുന്നത് അത്രേ ഉള്ളൂ. അല്ല, ഇത് ഇലയുടെ കളറാണ് എപ്പോഴും. ഈ ഇലയൊക്കെ കളർ വരും. ഇനി ഇതും ഈ പറഞ്ഞ കൂടി ഇതിൽ വാങ്ങിച്ച കുറച്ച് കെമിക്കൽ ഇട്ട് കൊടുത്തോളൂ. പക്ഷേ നല്ല മണ്ണ്, നല്ല വളം. ഇപ്പൊ നോക്കുമ്പോൾ ജാനുവരി ഫെബ്രുവരി ഇത് സംഭവം ഒന്നുമില്ല, ഇത് പൂനെന്ന് കൊണ്ടുവന്നതാണ്. ഈ കളർ വരുന്ന ഇളം കാനലിൽ വെക്കുക. അത് നമ്മൾ